Hi, I am Dr. Prateep, neurologist, Rajagiri Hospital, Aluva. Today, let's discuss a common neurological problem and how we can address it. നോക്കൂ, സ്വന്തം കുഞ്ഞിനു മുന്നിൽ വെച്ച് ഒരു സീഷർ അല്ലെങ്കിൽ അപസ്മാരം വരുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ഭയം, അതെനിക്ക് നന്നായി മനസ്സിലാവും. എന്നാൽ ഒട്ടും പരിഭ്രമിക്കാതെ ഈ സാഹചര്യത്തെ എങ്ങനെ ശാന്തമായി വളരെ സുരക്ഷിതമായി നേരിടാമെന്ന് മനസ്സിലാക്കാൻ ഈ പ്രസന്റേഷൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. എന്റെ കുഞ്ഞിന് ഇതെന്തു പറ്റി എന്നായിരിക്കാം ആ നിമിഷം ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരിക. കുട്ടി പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും കൈകാലുകൾ വിറയ്ക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ചുപോകും. അത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, പേടിക്കേണ്ട. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കൃത്യമായി ഓരോ ഘട്ടമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് പ്രധാനമായും 6 കാര്യങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത്. സീഷർ എന്താണെന്ന് മനസ്സിലാക്കുക, ആ സമയത്ത് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, റിക്കവറി പൊസിഷൻ, ഡോക്ടർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ, പിന്നെ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്നത്. ആദ്യം തന്നെ എന്താണ് ഈ സീഷർ എന്ന് നമുക്ക് നോക്കാമല്ലേ. ആ ഒരു അനാവശ്യമായ പേടി മാറ്റാൻ ആദ്യം എന്താണ് അവരുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. സീഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ്. ലളിതമായി പറഞ്ഞാൽ തലച്ചോറിലുണ്ടാകുന്ന ചെറിയൊരു ഇലക്ട്രിക്കൽ സ്റ്റോം, അത്രയുള്ളൂ. അല്ലാതെ ഇത് കുട്ടിയുടെ ജീവന് പെട്ടെന്ന് ഭീഷണിയാകുന്ന ഒന്നാണെന്ന് കണ്ട് നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല കേട്ടോ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വച്ചാൽ, മിക്ക സീഷറുകളും വെറും ഏതാനും മിനിറ്റുകൾ മാത്രമേ നീണ്ടുനിൽക്കൂ. അത് തനിയെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സീഷർ നിർത്തിക്കുക എന്നതല്ല നിങ്ങളുടെ ഡ്യൂട്ടി. മറിച്ച് തലച്ചോറ് അതിന്റെ ആ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുന്നതുവരെ കുട്ടിക്ക് മറ്റു പരിക്കുകളൊന്നും വരാതെ സംരക്ഷിക്കുക എന്നതാണ്. ശരി, അപ്പോ സീഷർ തുടങ്ങിയ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെൻഷൻ അടിക്കാതെ കെയർ എന്നൊരു കാര്യം ഓർത്തുവെക്കുക. CARE. ഇതിൽ C ഫോർ കംഫർട്ട്, കുട്ടിയുടെ തലയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. A ഫോർ ആക്ഷൻ, ചുറ്റുമുള്ള അപകടകരമായ സാധനങ്ങൾ മാറ്റുക. R ഫോർ റിയഷ്വർ, കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുക. പിന്നെ E ഫോർ എമർജൻസി, സീജർ തുടങ്ങിയ അകൃത്യം സമയം നോക്കിവെക്കുക. ഈ ലളിതമായ ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോ ആദ്യം തന്നെ കുട്ടിയെ പതുക്കെ താഴെ തറയിലേക്ക് കിടത്തുക. തലയ്ക്ക് താഴെയായിട്ട് ഒരു തലയിണയോ അല്ലെങ്കിൽ മടക്കി വെച്ചൊരു തുണിയോ വെച്ചുകൊടുക്കണം. ഇനിയിപ്പോ കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക. കഴുത്തിനു ചുറ്റുമുള്ള വസ്ത്രങ്ങൾ അല്പം ലൂസാക്കി കൊടുക്കണം. പിന്നെ ചുറ്റും എന്തെങ്കിലും മൂർച്ചയുള്ളതോ കട്ടിയുള്ളതോ ആയ സാധനങ്ങളുണ്ടെങ്കിൽ അതവിടുന്ന് മാറ്റുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാച്ചിൽ നോക്കി ആ സമയമൊന്ന് കുറിച്ചുവെക്കാൻ പ്രത്യേകം ഓർക്കണേ. ഇനി എന്ത് ചെയ്യണമെന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത് ചെയ്യാൻ പാടില്ല എന്നത്. ചില അപകടകരമായ തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയേ തീരൂ. പലരും പറയാറുണ്ട്, നാവ് വിഴുങ്ങിപ്പോകാതിരിക്കാൻ വായിൽ ഇരുമ്പു താക്കോലോ സ്പൂണോ ഒക്കെ വെച്ചുകൊടുക്കണമെന്ന്. എനിക്ക് പറയാനുള്ളത്, മനുഷ്യർക്ക് സ്വന്തം നാവ് വിഴുങ്ങുക എന്നത് ശാസ്ത്രീയമായി അസാധ്യമായ കാര്യമാണ്. അപ്പോ ഈ വായിൽ എന്തെങ്കിലും തിരികെ വെച്ചാൽ അത് പല്ലു പൊട്ടാനും ശ്വാസം മുട്ടാനും മാത്രമേ കാരണമാകൂ. അതുകൊണ്ട് ദയവായി ഒരിക്കലും അവരുടെ വായിൽ ഒന്നും വെക്കരുത്. പിന്നെ മറ്റൊരു വലിയ തെറ്റിദ്ധാരണയാണ് ഈ വിറയൽ മാറ്റാൻ കുട്ടിയെ ബലമായിട്ട് പിടിച്ചുവെക്കണം എന്നത്. അങ്ങനെ പിടിച്ചുവെച്ചതുകൊണ്ട് തലച്ചോറിലെ ആ ഇലക്ട്രിക്കൽ സ്റ്റോം നിൽക്കാൻ പോകുന്നില്ല. പകരം കുട്ടിയുടെ പേശികൾക്ക് മുറിവേൽക്കാനോ അല്ലെങ്കിൽ എല്ലുകൾക്ക് പൊട്ടലുണ്ടാകാനോ അത് വളരെ എളുപ്പത്തിൽ കാരണമാകും. സോ അവരുടെ ചലനങ്ങളെ തടയാൻ ശ്രമിക്കരുത്. ഇനി വേറൊരു കാര്യം, സീഷർ വരുമ്പോൾ ഉടനെ കുറച്ചു വെള്ളമോ മരുന്നോ കൊടുക്കാം എന്ന് ചിലർ കരുതും. കുട്ടി പൂർണ്ണമായും ഉണർന്ന് ബോധം വരുന്നതുവരെ ഒരിക്കലും ഭക്ഷണമോ വെള്ളമോ എന്തിന് ഗുളികകളോ ഒന്നും തന്നെ നൽകരുത്. കാരണം ആ ഒരു അപബോധാവസ്ഥയിൽ വെള്ളം കൊടുത്താൽ അത് നേരെ തൊണ്ടയിൽ കുടുങ്ങി ജീവാപായമുണ്ടാകാൻ കാരണമാകും. അവർ പൂർവ്വസ്ഥിതിയിലെത്തുന്നതുവരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഇനി ആക്റ്റീവായ വിറയലൊക്കെ നിന്നുകഴിഞ്ഞാൽ കുട്ടി വല്ലാതെ ക്ഷീണിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും. ഈ സമയത്താണ് നാം അവരെ റിക്കവറി പൊസിഷനിലേക്ക് മാറ്റേണ്ടത്. എങ്ങനെയാണ് ഈ റിക്കവറി പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. അവരുടെ അരികിൽ മുട്ടുകുത്തിയിരിക്കുക. എന്നിട്ട് നിങ്ങളിൽ നിന്നും അകലെയുള്ള കാൽമുട്ട് ഒന്ന് വളച്ചുവെക്കുക. ശേഷം പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന രീതിയിൽ അവരെ തിരിക്കുക. ഗുരുത്വാകർഷണം നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണിത്. എന്നിട്ട് തല ചെറുതായിട്ട് പുറകോട്ട് ചരിച്ചുവെക്കുക.
ഇങ്ങനെ കിടത്തുന്നത് എന്തിനാണെന്നോ കുട്ടിക്ക് സുഗമമായി ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ഈ ഒരു പൊസിഷനിൽ കിടത്തുമ്പോൾ അവരുടെ ശ്വാസനാളം തുറന്നിരിക്കുകയും വായിലെ ഉമിനീരോ മറ്റു സ്രവങ്ങളോ സുരക്ഷിതമായി പുറത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യും. കുട്ടി ഉണർന്നു വരുന്നതുവരെ ഈ രീതിയിൽ തന്നെ കിടത്തുക. 5ാമത്തെ കാര്യം, ഡോക്ടർമാർക്കു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ. ഒരു അമ്മ എന്ന നിലയ്ക്ക് ആ മുറിയിൽ എന്റെ കണ്ണുകൾ എന്നു പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്റെ രോഗനിർണയത്തിൽ വളരെ ശക്തമായ ഒരു ടൂളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഓർത്തുവെക്കണം. സീഷർ കൃത്യമായി എത്ര മിനിറ്റുണ്ടായിരുന്നോ? ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വിറയലോ കാഠിന്യമോ അനുഭവപ്പെട്ടത്? കുട്ടി ഒരു വശത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയോ അല്ലെങ്കിൽ ചുണ്ടുകൾ നുണയുകയോ ഒക്കെ ചെയ്തിരുന്നോ? അതുപോലെ ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദമോ മുടങ്ങാതെ കഴിക്കുന്ന മരുന്നുകൾ കഴിക്കാതിരിക്കുകയോ ചെയ്തിരുന്നോ? കുട്ടിയുടെ ചികിത്സ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ വിവരങ്ങൾ എന്നെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ആ സമയത്ത് വെറുമൊരു നിസ്സഹായയായ അമ്മയായി നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഈ ശാന്തമായ നിരീക്ഷണം നിങ്ങളുടെ കുട്ടിയുടെ മെഡിക്കൽ കെയർ ടീമിന്റെ വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ്. ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സത്യത്തിൽ കുട്ടിയുടെ മെഡിക്കൽ മാനേജ്മെന്റിന്റെ നിയന്ത്രണം നിങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ഇനി അവസാനമായി, എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോവുക? മിക്ക സീഷറുകളും വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണെങ്കിലും എപ്പോഴാണ് എമർജൻസി റൂമിലേക്ക് പോവേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. 5 മിനിറ്റ്, അതാണ് നമ്മുടെ ആ ഒരു മാന്ത്രിക സംഖ്യ. ഒരു സീഷർ 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇതിനെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സീഷർ 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുക, ആദ്യത്തേത് കഴിഞ്ഞ ഉടനെ 2ാമത്തെ സീഷർ വരുക, വിറയിൽ നിന്ന് ശേഷം ശ്വാസമെടുക്കാൻ കുട്ടി ബുദ്ധിമുട്ടുക, സീഷർ സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും പരിക്കേൽക്കുക, അല്ലെങ്കിൽ സീഷർ സംഭവിക്കുന്നത് വെള്ളത്തിൽ വെച്ചാവുക. ഇതിൽ ഏതെങ്കിലും റെഡ് ഫ്ലാഗുകൾ കണ്ടാൽ പിന്നെ ഒരു നിമിഷം പോലും മടിക്കരുത്, ഉടൻ തന്നെ ഒരു ആംബുലൻസ് വിളിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിന്റെ ഈ അവസ്ഥയെ നേരിടാൻ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കേവലം ഭയത്തിനു പകരം വ്യക്തമായ അറിവുകൊണ്ട് ഈ വെല്ലുവിളിയെ വളരെ കോൺഫിഡന്റായിട്ട് നേരിടാൻ നിങ്ങളിപ്പോൾ തയ്യാറല്ലേ? തീർച്ചയായും